Okay, page number 60. Last exercise last idane. Dhahaba akhi ilal madrasati wa dhahaba abi ilal jami'ati. Dhahaba ennu parayunnathu fa'ilana, but huwa is also inside. പക്ഷെ ഇവിടെ ഒരു akhu plus ya mutakallim. Akhu plus ya mutakallim വന്നപ്പോൾ അത് fa'ilai. Appo my brother, he went ilal madrasati, to the madrasa, wa dhahaba abi ilal jami'ati, and ഇവിടെ dhahaba കഴിഞ്ഞിട്ട് abi ആണ്, that is a fa'il, and my father went to the university. Appo my brother went to the madrasa and my father went to the jamia, a university. Appo ഇവിടെ dhahaba, ഇത് നിങ്ങൾക്ക് അറിയാലോ, dhahaba fa'il, this is a fa'il, ilal madrasati jar majrur. Same is here. Okay, ഇനി ഇവിടെ ആണുങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു. മുഹമ്മദുൻ, ഖാലിദുൻ, ഹാമിദുൻ, അബ്ബാസുൻ, മഹ്മൂദുൻ എല്ലാം ഉൻ ആണ്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ഉള്ള ഒരു പേരുകളാണ് ഹംസത്തു, ത്വൽഹത്തു, ഉസാമത്തു, മുആവിയത്തു, ഇഖ്രിമത്തു. ഇതെല്ലാം എക്സെപ്ഷൻ ഉള്ള പേരുകളാണ്. അത് കുറച്ച് പേരുകൾ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി മാത്രം ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ബുക്ക്. അപ്പൊ ഇനി ഈ ഒരു എക്സസൈസിൽ ഈ പേരുകൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഉൻ വേണോ ഊ വേണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ അതിൽ ചെയ്യാനായിട്ട്. ഇനി അസ്സമീലു, സമീലു എന്ന് പറയുന്നത് കൊളീഗ്, സൗജു ഹസ്ബൻഡ്, വാഹിദുൻ വൺ, ഫതൻ എന്ന് പറയുന്നത് യങ് ബോയ്, മഅ എന്ന് പറഞ്ഞാൽ വിത്ത്, അത്തിഫ്ലു എന്ന് പറയുന്നത് ചൈൽഡ്, അൽ കുവൈത്തു, യു നോ ഇറ്റ് ഇസ് കുവൈറ്റ്. അപ്പോ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഈ ചാപ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇനിയുള്ള ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ബൈത്തി എന്ന് പറയുന്ന മൈ ഹൗസ്, ബൈത്തി, ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ബേസിക്കലി നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്, എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനിലുള്ളത് ഈ ഉഹിബു എന്ന് പറയുന്നത് മാത്രം ഇല്ല, ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഹർക്ക ഇടുക, എന്നിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നാളെ നമ്മൾ ഈ ചാപ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യും. അപ്പൊ ഐ വോണ്ട് യു ടു ഡു ഇറ്റ് ബിഫോർ. ഒന്ന് വർക്ക് ചെയ്യുക, ഹോംവർക്ക് പോലെ ഒന്ന് ചെയ്തു നോക്കുക. മുദാഫിലെ ആണോ, മുബ്തദ ഖബർ ഏതാണ്, പിന്നെ അതേപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മള് പേജ് നമ്പർ ഏതായിരുന്നു, പേജ് 19, പേജ് 19 19 ആണോ? യെസ്. അൽ വലതു, ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇത് അനലൈസ് ചെയ്യണം. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. അൽ വലതു അൽ ഹസനു, അതിന്റെ മീനിങ് എന്താണെന്നൊന്ന് പറഞ്ഞേ. ഹാൻസം ബോയ് അല്ലെങ്കിൽ ഗുഡ് ബോയ്. ദി ഹാൻസം ബോയ്, അത് മൗസൂഫ് ആൻഡ് സിഫയാണ്. നഅത് ആൻഡ് മൻഊത്ത് ആണ്. വലതു ഇസ് മൻഊത്ത് ഓർ മൗസൂഫ് ആൻഡ് ഹസനു ഇസ് നഅത് ഓർ സിഫ. ഇനിയുള്ളത് മുഹമ്മദുൻ അൽ ഹസനു, അതിന്റെ മീനിങ് എന്താ? തെറ്റി. ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. മുഹമ്മദുൻ അൽ ഹസനു, കമ്പയർ. യെസ്, ഫാത്തിമ പറഞ്ഞു. ഹാൻസം മുഹമ്മദ് അല്ലെങ്കിൽ ഗുഡ് മുഹമ്മദ്, ഇത് മൗസൂഫ് സിഫയാണ്. മുഹമ്മദും അൽ ഹസനും തമ്മിൽ ഡിങ് നമ്മൾ മാച്ച് ചെയ്യാം. ഡി എന്ന് പറയുന്നത് എന്താ? മാരിഫ നക്കീറ. മുഹമ്മദ് ഇസ് മാരിഫ, അൽ ഹസനു ഇസ് ഓൾസോ മാരിഫ. ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? ഐ, ആറാബ്, ഉൻ, ഉ, മാച്ചിങ്. Number, Muhammad singular, Al Hasanu singular. Gender, Muhammad masculine, Al Hasanu is masculine. So this is Mausuf and Sifa, Manut and Naat. ഈ അല്ലില്ലാത്തോണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇത് മാരിഫയാണ്, ഇതും മാരിഫയാണ്. അപ്പൊ ദിസ് ഇസ് ദ ഹാൻസം ബോയ്, ഹാൻസം മുഹമ്മദ്.
വലതുൻ ഹസനുൻ. First one not missing sifa. First one al waladu al hasanu. രണ്ടും അതെ മൗസൂഫ് സിഫയാണ്. അൽ വലതു അൽ ഹസനു മൗസൂഫ് സിഫയാണ്. വലതുൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക നക്കീറയാണ്. എ ആണ്. എ യെസ് ബുഷ്ര കറക്റ്റ്. നമീറ യെസ്. വലതുൻ ഹസനുൻ അത് മൗസൂഫ് സിഫയാണ്. വലതുൻ ഇസ് മൗസൂഫ് ഓർ മനൂത്ത്, ഹസനുൻ ഇസ് സിഫ ഓർ നാത്. രണ്ടും നക്കീറയാണ്, രണ്ടും ദമ്മയാണ്, രണ്ടും മാസ്കുലിൻ ആണ്, രണ്ടും സിംഗുലറും ആണ്. അപ്പൊ ഇറ്റ് ഇസ് മൗസൂഫ് ആൻഡ് സിഫ. അല്ലാഹു അൽ അദീമു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നെയിം ആണ്. പ്രോപ്പർ നൗണ് നമ്മൾ അല്ലിടില്ല യൂഷ്വലി. വെരി റെയർലി ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ മുഹമ്മദുൻ എന്ന് പറയുന്നത് മാരിഫയാണ്. നമ്മൾ പക്ഷേ അല്ലില് ശ്രദ്ധിക്കില്ല. അത് അവിടെയാണ്. ഇവിടെ അല്ലുണ്ട്, ഇവിടെ അല്ലില്ല എന്ന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും. വിച്ച് വൺ ഇസ് ദ വൺ? ഏതാണ് റൂഹി ചോദിക്കുന്നത്? അൽ വലതുൻ ഹസനുൻ നക്കീറയല്ലേ? ഹസനുൻ ഉൻ, വലതുൻ ഉൻ. രണ്ടും ഡിങ് മാച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് മൗസൂഫ് സിഫ. ഗുഡ് ബോയ് അല്ലെങ്കിൽ ഹാൻസം ബോയ്. ഇനി അല്ലാഹു അൽ അദീമു. ഇത് മൗസൂഫ് സിഫയാണോ അതോ ഒരു സെന്റൻസ് ആണോ? ഇത് സെന്റൻസ് ആണോ മൗസൂഫ് സിഫയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു ചാലഞ്ച് ആണ്. പക്ഷെ അതിന്റെ റൂൾ കൃത്യമായിട്ട് മനസ്സിലായി. അൽ വലതു അൽ ഹസനു അല്ലേ? അതെ, അൽ വലതു അൽ ഹസനു മൗസൂഫ് സിഫയാണ്. അല്ലാഹു അൽ അദീമു. രണ്ടിന്റെയും ഡിങ് കമ്പയർ ചെയ്യുക. രണ്ടിന്റെയും ഡി സെയിം ആണ്, ഐ സെയിം ആണ്, എൻ സെയിം ആണ്, ജി സെയിം ആണ്. അപ്പൊ അല്ലാഹു അൽ അലീമു ദ ഗ്രേറ്റ് അല്ലാഹ്. ഇത് മൗസൂഫ് സിഫയാണ്. സിറാത്തുൻ മുസ്തഖീമുൻ. സിറാത്തുൻ മുസ്തഖീമുൻ മൗസൂഫ് സിഫയാണോ സെന്റൻസ് ആണോ? A straight path. It is മൗസൂഫ് സിഫ. മുസ്തഖീമുൻ is straight. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അൽഹംദുലില്ലാ. ഓക്കെ, മൗസൂഫ് സിഫയാണ്. സ്ട്രേറ്റ് പാത്ത് ബിക്കോസ് രണ്ടിന്റെയും ഡിങ് മാച്ച് ചെയ്യുന്നുണ്ട്. അർ റസൂലു അൽ കരീമു മൗസൂഫ് സിഫ ഓർ എ സെന്റൻസ്? യെസ്. രണ്ടിന്റെയും ഡി മാരിഫയാണ്, ഏറാബ് ദമ്മയാണ്, നമ്പർ സിംഗുലർ ആണ്, ജി ജെൻഡർ. യെസ്, ദ ഓണറബിൾ മെസ്സഞ്ചർ, ദ നോബിൾ മെസ്സഞ്ചർ. അപ്പൊ നാലും ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് മൗസൂഫ് സിഫ. ഇതുവരെ വല്ല ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എന്നിട്ട് അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. ഈ ആറിനത്തിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഹാമിദുൻ റജുലുൻ തയ്യിബുൻ സെന്റൻസ് ആണോ മൗസൂഫ് സിഫയാണോ? മൗസൂഫ് സിഫയാണെങ്കിൽ ഏതാണ് മൗസൂഫ്, ഏതാണ് സിഫ? Tell me the meaning. First one meaning the handsome boy. The handsome boy. Rajulun is mawsoof, tayyibun is sifa, and what is Hamid? Hamid is mubtada. Yes. Exactly. Hamid is a pure man or a good man. Hamid. ഇവിടെ റജുലുൻ തയ്യിബുൻ, റജുലുൻ തയ്യിബുൻ. ഇപ്പൊ നമ്മൾ ഹാമിദും റജുലിനും കൂടെ എടുത്തു നോക്കിയോ. മൗസൂഫ് സിഫ എന്ന് വെച്ചാൽ മൂന്നും നമുക്ക് നക്കീറായിട്ടാ തോന്നുന്നത്. അപ്പൊ നമുക്കറിയില്ല ഇതിൽ ഏതാണ് മൗസൂഫ് ഏതാണ് സിഫ, കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മള് ഈ ഹാമിദിനും എടുത്തു റജുലിനും എടുത്തു. അപ്പൊ ഹാമിദിന്റെ രണ്ടെണ്ണത്തിന്റെയും ഡിങ് ചെക്ക് ചെയ്യുന്നു. ഡി, ഇതിന്റെ ഡി എന്ന് പറഞ്ഞാൽ ഹാമിദ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ ആണ്, അത് ഡെഫിനിറ്റ് ആണ്, ഇറ്റ്സ് മാരിഫ. റജുലുൻ എന്ന് പറയുന്നത് നക്കിറയാണ്.
അപ്പൊ ഇത് മാരിഫ ഇത് നക്കീർ ആയപ്പോ തന്നെ നമുക്ക് ഉറപ്പായി ഇത് രണ്ടും മൗസൂഫ് സിഫ അല്ലാന്ന്. ഇനിയിപ്പൊ റജുലിനും ത്വയ്യിബിനും നോക്കുക. റജുലിൻ എന്ന് പറയുന്നത് നക്കീറയാണ്, ത്വയ്യിബിൻ നക്കീറയാണ്, ഐ രണ്ടിന്റെയും ദമ്മയാണ്. അതേപോലെ തന്നെ എൻ എന്ന് പറഞ്ഞ നമ്പർ സെയിം ആണ്, സിംഗുലർ ആണ്. ജെൻഡർ എന്ന് പറഞ്ഞ രണ്ടും മാസ്കുലർ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് മൗസൂഫ് സിഫയാണ്. ആൻഡ് ദിസ് ഇസ് മാരിഫ. So we have learned എന്താണ്, mostly the mubtada is marifa and mostly the khabar is nakira എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇല്ലേ. അപ്പൊ ഈ ഹാമിദുൻ എന്ന് പറയുന്നത് മുബ്തദയും റജുലുൻ എന്ന് പറയുന്നത് ഖബറും, അതേപോലെ തന്നെ റജുലുൻ എന്ന് പറയുന്നത് മൗസൂഫും ത്വയ്യിബുൻ എന്ന് പറയുന്നത് സിഫയാണ്. ഓക്കെ, അപ്പൊ this whole thing can be the khabar of Hamid. Understood? Hamid is a pure man, അല്ലെങ്കിൽ he is a good man or whatever. Okay, clear ആണോ? ഓക്കെ, ഇനി ഹാമിദുൻ അൽ ആലിമു റജുലുൻ ത്വയ്യിബ്. ഇനി ഇതിൽ നോക്കുന്നു, ഇതില് മൗസൂഫ് സിഫ എന്താണ്? ഇത് സെന്റൻസ് ആണോ ആദ്യം? ഇസ് ഇറ്റ് എ സെന്റൻസ് ഓർ നോട്ട്? അതാദ്യം പറ. ഇറ്റ്സ് എ സെന്റൻസ്. യെസ്. സോ ഹാമിദിന് ഇതിൽ മുബ്തദ ഏതാണ്? Okay, and what is al-alim? Sifa of Hamid. Yes. Okay. Appa scholar Hamid. Mawsoof sifayanu. Hamid mawsoofum, alim sifayanu. Hamid mubtadayanu. Okay. Appa the scholar Hamid is റജുലുൻ ത്വയ്യിബുൻ. ഇത് രണ്ട് മൗസൂഫ് സിഫയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കഴിഞ്ഞാണ്. യെസ്, ഇറ്റ്സ് എ പ്യൂർ മാൻ. ഓക്കെ, അപ്പൊ ഇതില് റജുലുൻ ത്വയ്യിബുൻ എന്ന് പറയുന്നത് ഖബറായിട്ട് വരും, മൗസൂഫ് സിഫ. ഹാമിദുൻ ആലിമു എന്ന് പറയുന്നത് മുബ്തദയായിട്ട് വരും, അഗൈൻ മൗസൂഫ് സിഫ. അപ്പൊ ദ സ്കോളർ ഹാമിദ് ഇസ് എ പ്യൂർ മാൻ, ഇസ് എ ഗുഡ് മാൻ, whatever. അപ്പൊ this is a sentence. ഈസ് എപ്പോഴും ഒരു ക്ലൂ നമുക്ക് ഖബർ എന്താന്ന് മനസ്സിലാക്കാൻ എപ്പോഴും ഈസ് കഴിഞ്ഞിട്ട് വരുന്ന സംഭവമായിരിക്കും ഖബർ ആയിട്ട് വരിക. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈസ് കഴിഞ്ഞ് വരുന്നത് മിക്കവാറും ഖബർ തന്നെയായിരിക്കും. ഓക്കെ, വലദുൽ മുഅല്ലിമി അസ്സാലിഹു. വലദുൽ മുഅല്ലിമി അസ്സാലിഹു. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് പറഞ്ഞേ ആദ്യം. ആദ്യം ഇത് സെന്റൻസ് ആണോ അതോ ഫ്രാഗ്മെന്റ് ആണോ? It's a sentence. Really? It's not a sentence. Muallim means teacher. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വലദുൽ മുഅല്ലിമി അസ്സാലിഹു. ശ്രദ്ധിച്ച് കേട്ടോളണം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വലദു ഇത് സെന്റൻസ് അല്ല. വലദു മുഅല്ലിമി, വലദു മുഅല്ലിമി എന്ന് പറയുന്നത് എന്താണ്? മുദാഫിലെയാണ്. വലദു അൽ മുഅല്ലിമി, വലദു ഇസ് മുദാഫ് ആൻഡ് മുഅല്ലിമി ഇസ് മുദാഫിലെ, റൈറ്റ്? ഇനി ഇവിടെ ഒരു അസ്സാലിഹു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താ? ഖബർ ഇസ് മോസ്റ്റ്ലി നക്കീറ. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഖബർ ഇസ് മോസ്റ്റ്ലി നക്കീറ. അപ്പൊ ഇതില് അസ്സാലിഹു ഖബർ ആവൂല. ഇതിപ്പോ വലത് മുഅല്ലിമി എന്ന് പറഞ്ഞാൽ ദ സൺ ഓഫ് ദ ടീച്ചർ. അസ്സാലിഹു, ഈ അസ്സാലിഹു എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നക്കീറയല്ല. അപ്പൊ നമ്മൾ ഖബറിന്റെ ഓപ്ഷൻ റൂൾ ഔട്ട് ചെയ്തു. പിന്നെ ഇത് എന്തായിരിക്കും സംഭവം? അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിന്റെ ഹറക്ക നോക്കുക, ദമ്മയാണ്. ഇതിൽ ദമ്മയുള്ളത് ഏതാണ്? ഈ വലത് മുഅല്ലിമിയിൽ ദമ്മയുള്ളത് വലദൂനാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് മൗസൂഫ് സിഫയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കുമ്പോ ഇത് മാരിഫയാണ്, ഡി ഓക്കെ ആണ്. പക്ഷെ ഇത് വലദൂല് മാരിഫ കാണുന്നില്ല, റൈറ്റ്? അപ്പൊ നമ്മൾ ഒരു റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുദാഫിലെ ഒരു റൂള് പഠിച്ചിട്ടുണ്ട്. എന്താണ്? മുദാഫിലെ മാരിഫയാണെങ്കിൽ മുദാഫ് മാരിഫ ആയിരിക്കും എന്ന് നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ട്, മുദാഫിലയുടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ മുഅല്ലിമി എന്ന് പറയുന്നത് മാരിഫയാണ്. അപ്പൊ ദിസ് ഓട്ടോമാറ്റിക്കലി വലതു മാരിഫയായി. അണ്ടർസ്റ്റുഡ്?
അപ്പൊ സോലിഹുവും വലതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സോലിഹു ഇസ് മാരിഫ, വലതു ഇസ് മാരിഫ. ദിസ് ഇസ് ദമ്മ, ദിസ് ഇസ് ദമ്മ, ദിസ് ഇസ് സിംഗുലർ, ദിസ് ഇസ് സിംഗുലർ, ദിസ് ഇസ് മാസ്കുലിൻ, ദിസ് ഇസ് മാസ്കുലിൻ. അപ്പൊ നോക്കുമ്പോൾ വലതു ഇസ് മൗസൂഫ് ആൻഡ് സോലിഹു ഇസ് സിഫ. അപ്പൊ ഇതില് പറയുമ്പോ അപ്പൊ ഇത് വലതു മൗസൂഫും സോലിഹും സിഫയാവുമ്പോ ഇത് നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ദ പയസ് സൺ, പയസ് ബോയ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ഈ പയസ് ബോയ് അൽ മുഅല്ലിമു, അപ്പൊ ഇത് മുദാഫ്, വലതു എന്ന് പറയുന്നത് മുദാഫ്, മുഅല്ലിമിയുടെ മുദാഫാണ്. അപ്പോ പയസ് സൺ ഓഫ് ദ ടീച്ചർ, ട്രാൻസ്ലേഷൻ വരുമ്പോ ദ പയസ് സൺ ഓഫ് ദ ടീച്ചർ എന്ന് വരും. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ ഞാൻ പറയാം. വലതു അൽ മുഅല്ലിമി അസ്സാലിഹു, വലതു അൽ മുഅല്ലിമി ദ സൺ ഓഫ് ദ ടീച്ചർ. ഓക്കെ, അത് ക്ലിയർ. ഇത് മുബ്തദയാണ്, ഫൈൻ. ഇനി അസ്സാലിഹു ഖബർ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഖബർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഖബർ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് മോസ്റ്റ്ലി നക്കീറ. സോ ഖബറിന്റെ ഓപ്ഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. അപ്പൊ ഇനി എന്താണ് ഈ സംഭവം? അസ്സാലിഹു നോക്കുമ്പോൾ ദമ്മയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വലതുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. വലതും ദമ്മയായതുകൊണ്ട് നമ്മൾ വലതുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് നോക്കുമ്പോൾ ഒന്ന് ഡിങ് മാച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഡി ഡെഫിനിറ്റ് ആണ്, ഇത് ലുക്കില് ഡെഫിനിറ്റ് അല്ല. പക്ഷെ നമുക്ക് മുദാഫിലയിൽ ഒരു റൂൾ ഉണ്ട്. when the mudaf ilay is definite അല്ലെങ്കിൽ മാരിഫ, the mudaf is considered definite. ഓക്കെ, അത് റൂളാണ്. അപ്പൊ നോക്കുമ്പോ ഈ അൽ മുഅല്ലിമി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? അത് മാരിഫയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി വലതു മാരിഫയായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ അസ്സാലിഹു മാരിഫയാണ്, വലതു മാരിഫയായി. അപ്പൊ ഡി മാച്ച് ചെയ്തു. ഇനി ദമ്മ എറാബ് അതും സെയിം ആണ്. ഇനി നമ്പർ രണ്ടും സിംഗുലർ ആണ്. ജെൻഡർ രണ്ടും മാസ്കുലിൻ ആണ്. അപ്പൊ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അൽ വലതു അസ്സാലിഹു ദ പയസ് ബോയ്. ഇനി നമ്മൾ ഇത് ഓഫ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഓഫ് ദ ടീച്ചർ, ദ പയസ് ബോയ് ഓഫ് ദ ടീച്ചർ. അപ്പൊ ഇറ്റ്സ് നോട്ട് എ സെന്റൻസ്. ക്ലിയർ ആണോ? So if it's not sentence, there can be what? A mubtada here. അല്ല, ഇത് മുബ്തദ അല്ല. ബേസിക്കലി ഇത് മുബ്തദ അല്ല. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളുടെ ഒരു വേ ഓഫ് തിങ്കിങ് ഞാൻ പറഞ്ഞതാണ്, വേ ഓഫ് തിങ്കിങ് പറഞ്ഞതാണ്. നമ്മൾ ആദ്യം ഇത് വലതു അൽ മുഅല്ലിമി എടുത്ത് മാറ്റും. ഓക്കെ, ഇത് മുബ്തദയാണെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത കൺക്ലൂഷനിലേക്ക് വരുന്നത്. മനസ്സിലായ? സെന്റൻസ് ആവുമ്പോ നമുക്ക് സെന്റൻസിലല്ലേ വരുള്ളൂ മുബ്തദ. This is a fragment. ഇദാഫ. ക്ലിയർ ആണോ? ഇനി ഇത് നിങ്ങൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത് ഹറക്ക നോക്കുക, ഹറക്കയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ദിസ്. യെസ്, അപ്പൊ കിട്ടിയല്ല? മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും നോക്കുമ്പോൾ, അറബിക്ക് അറിയാൻ പാടില്ലാത്തവർ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് തോന്നുന്നത്. എന്തെങ്കിലും സംഭവം, എന്തെങ്കിലും മീനിങ്ങിൽ വ്യത്യാസം വരും. പക്ഷെ ജസ്റ്റ് ലുക്ക് അറ്റ് ആ ഹറക്ക വരണോണ്ട് മാത്രം മീനിങ്ങിൽ വ്യത്യാസം വരുന്നതാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയാൽ ചെറിയൊരു ഹറക്കയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് മുഅല്ലിമും സാലിഹും ആണ് മൗസൂഫ് സിഫ. വലതു എന്ന് പറയുന്നത് ജസ്റ്റ് വലതു ബോയ് ഓഫ് ദ പയസ് ടീച്ചർ.
അത്രേ ഉള്ളൂ. ഹറക്ക രണ്ട് നോക്കി ഈ മുഅല്ലിമും സ്വാലിഹിം കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് സെന്റൻസ് അല്ല. ഇനി ഇത് നോക്കിക്കോ. ഇബ്നു ഹാമിദിൻ അസ്സാദിഖു. ഇബ്നു ഹാമിദിൻ അസ്സാദിഖു. ഇതും നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. Anwar, it's wrong. It's not a sentence. സെയിം റൂൾ അപ്ലൈ ചെയ്യാം. സെയിം ഇപ്പൊ നമ്മൾ പഠിച്ച ഇതിനു മുമ്പുള്ള എക്സാമ്പിളിൽ എന്താന്നുള്ളത്. സാദിഖ് മീൻസ് പയസ് അല്ലെങ്കിൽ റൈച്ചിയസ്. ദ പയസ്. ഇതിൽ നമ്മൾ ഹറക്ക നോക്ക്. ഇബ്നു ഹാമിദിൻ അസ്സാദിഖു. അതിൽ ഹറക്ക ആദ്യം നോക്ക്. ഹറക്ക ആദ്യം നോക്കിയിട്ട് അത് മൗസൂഫ് സിഫയാണോ നോക്ക്. എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേ. Yes, the pious son of Hamid. Hamid's righteous son. Yes. Truthful son is also fun. അപ്പൊ അത് സെന്റൻസ് അല്ല. It is a fragment. It is an idafa. അപ്പൊ ഇതില് ഇബ്നു ഹാമിദിൻ അസ്സാദിഖു. ഇബ്നു ആൻഡ് അസ്സാദിഖു. ഇത് നമ്മൾ ദമ്മയാണ്. അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്യണു. അസ്സാദിഖു എന്ന് പറയുന്നത് മാരിഫയാണ്. പക്ഷെ ഇബ്നു മാരിഫയാണോ? ഹാമദിനിൽ നോക്കി. പക്ഷെ ഇവിടെ രണ്ട് കസറയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നക്കീറയാണ്. അല്ല, ബിക്കോസ് ഇതൊരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ഈസ് ഓൾവേസ് മാരിഫ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇബ്നു മാരിഫ ആയി കഴിഞ്ഞു. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇത് രണ്ടും ഡി മാച്ച് ആയി. പിന്നെ ഐയും എന്നും ജിയും ഇത് മാച്ച് ആണ്. അപ്പൊ പയസ് സൺ എന്നായി. പയസ് സൺ ഓഫ് ഹാമിദ്. സിമ്പിൾ. ഇനി ഇതോ ഇബ്നു ഹാമിദിൻ അസ്സാദിഖി. എന്റെ മീനിങ് പറ. ഏതായിരുന്നു? ഇതോ? റൂഹി എന്താ ഏതിലാണ് ക്വസ്റ്റ്യൻ? യെസ്, സൺ ഓഫ് പയസ് ഹാമിദ്. അതാണിത് കറക്റ്റ്. സൺ ഓഫ് പയസ് ഹാമിദ്. അപ്പൊ ഏതിന്റെയാണ് സിഫ എന്നനുസരിച്ചാൽ അതിനനുസരിച്ച് ഹർക്ക വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ നാല് എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏത് സെന്റൻസ് കിട്ടിയാലും നിങ്ങൾക്ക് അത് ഏതാണ് മൗസൂ സിഫ എന്നൊക്കെ വൃത്തിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ബൈതുനൽ ജദീദു. ബൈതുനൽ ജദീദു. ഓക്കെ, ബൈതുന. ബൈതുന. ഇത് ബൈത്തുൻ പ്ലസ് ന. ദമീർ മുത്തസിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബൈതുന, അവർ ഹൗസ്. യെസ്, അവർ ഹൗസ്. അൽ ജദീദു. അപ്പൊ ഇത് സെന്റൻസ്. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. Anwar, you are always making mistakes. Sentence alla adu. Sentence alla. Baituna al-jadidu. Our new house. Our new house. Because baituna vechu. ഇതില് നോക്കുമ്പോ അൽ ജദീദു എന്ന് പറയുന്നത് ഖബർ ആവില്ല. ബിക്കോസ് അത് മാരിഫയാണ്. ഖബർ നമ്മൾ എപ്പോഴും ഇത് ചെക്ക് ചെയ്യണം. അത് നക്കീറയാണോ മാരിഫയാണോ ചെക്ക് ചെയ്യണം. എന്നിട്ടാണ് ഖബർ സെന്റൻസ് ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഡെഫിനിറ്റ് ആണ്, മാരിഫയാണ്. അപ്പൊ ബൈത്തൂനയിൽ നോക്കും. ബൈത്തു ദമ്മയാണ്, പക്ഷെ അത് ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഈ ന എന്നുള്ളത് ദമീർ മുത്തസിൽ, അത് ആഡ് ചെയ്യുമ്പോൾ അത് ദമീർ മുത്തസിൽ ഇസ് ഡെഫിനറ്റ്ലി മാരിഫ. അപ്പൊ ബൈത്തു മാരിഫയായി. അപ്പൊ ജദീദും ബൈത്തും കൂടെ മൗസൂസിഫയായി. അപ്പൊ അവർ ന്യൂ ഹൗസ്. ഐന കിതാബുക അൽ കബീറു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തേ.
Yes, where is your big book? Clear ആണല്ലോ? കിതാബുക, കിതാബുടെ കിതാബു മൗസൂഫും അൽ കബീറു സിഫയാണ്. ഇത് കിതാബു നക്കീറായിട്ട് തോന്നും, പക്ഷെ ഈ കാ ദമീർ മുത്തസിൽ ഡെഫിനിറ്റ് ആയതുകൊണ്ട് കിതാബു ഡെഫിനിറ്റ് ആയി. പിന്നെ കിതാബും കബീറും എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് തുടങ്ങേ. നദ്ദാറത്തി അൽ ഖദീമത്തു മക്സൂറത്തുൻ. നദ്ദാറ എന്ന് പറഞ്ഞാൽ സ്പെക്ടക്കിൾസ് ആണ്, കണ്ണട. നദ്ദാറത്തി, മൈ സ്പെക്ടക്കിൾസ്. നദ്ദാറ, നദ്ദാർ, ഇതില് ബേസിക്കലി പറയുമ്പോ നദ്ദാറത്തി എന്ന് പറയുന്നത് മുദാഫ് മുദാഫിലിയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഇത് സെന്റൻസ് ആണോ? ഖദീമ എന്ന് പറഞ്ഞ ഓൾഡ് ആണ്, മക്സൂർ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ. യെസ് ഷീസ, കറക്റ്റ്. അൻവർ പിന്നെയും തലതിരിച്ചിട്ടു. നദ്ദാറത്തി, മൈ സ്പെക്ടക്കിൾസ്. പക്ഷെ നദ്ദാറത്തി നദ്ദാറത്തു പ്ലസ് യാമുത്തക്കലിമാണ്. അൽ ഖദീമത്തു ദമ്മയാണ്. അപ്പൊ ഈ നദ്ദാറത്തിയും ഖദീമത്തും മൗസൂഫ് സിഫയാണ്. അപ്പൊ ഇതില് മൈ ഓൾഡ് സ്പെക്ടക്കിൾസ് ഈസ് ബ്രോക്കൺ ബിക്കോസ് മക്സൂറത്തുൻ നക്കീറയാണ്. അപ്പൊ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഖബർ. മൈ ഓൾഡ് സ്പെക്ടക്കിൾസ് ഇസ് ബ്രോക്കൺ. അണ്ടർസ്റ്റുഡ്? അതേപോലെ ഇവിടെ നോക്ക്, സയ്യാറത്തുക അൽ ജദീദത്തു ജമീലത്തുൻ. അപ്പൊ നമ്മൾ അവസാനത്തെ വാക്കൊന്ന് നോക്കിയേ, അത് മാരിഫയാണോ നക്കീറയാണോ? അതാദ്യം നോക്ക്. ഇത് നോക്കുമ്പോൾ ഇത് നക്കീറയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് ഖബർ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഗസ് ചെയ്യാം. പിന്നെ നമ്മൾ പിന്നെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഇത് ഖബറാണെന്ന് പറയാം. സയ്യാറത്തുക അൽ ജദീദത്തു. അപ്പൊ സയ്യാറത്തുക യുവർ കാർ എന്നാണ്. പക്ഷെ സയ്യാറത്തു കഴിഞ്ഞിട്ട് അൽ ജദീദത്തു ഉണ്ട്. ഈ അൽ ജദീദത്തു എന്തായാലും ഖബറാവില്ല, ബിക്കോസ് ഇറ്റ് ഇസ് മാരിഫ. യെസ്, യുവർ ന്യൂ കാർ ഇസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഈ ജദീദത്തു എന്ന് പറയുന്നത് സയ്യാറത്തൂടെ മൗസൂഫ് സിഫയാണ്. സയ്യാറത്തും ജദീദത്തും മൗസൂഫ് സിഫയാണ്. ഈ കാ കാരണം സയ്യാറത്തു മാരിഫയാണ്. അപ്പൊ ബാക്കി രണ്ടിന്റെയും ഡിഗ് മാച്ച് ചെയ്യുന്നു. അപ്പൊ യുവർ ന്യൂ കാർ ഈസ് ബ്യൂട്ടിഫുൾ. അണ്ടർസ്റ്റുഡ്? ഫസ്ലുന അൽ ജദീദു അമാമൽ മക്തബത്തി. ഫസ്ലുന അൽ ജദീദു. ഈ ഫസ്ലും അൽ ജദീദും എന്താണ്? യെസ്, മൗസൂഫ് സിഫയാണ്. അപ്പൊ അവർ ന്യൂ ക്ലാസ് റൂം അമാമൽ മക്തബത്തി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈബ്രറി. അപ്പൊ ഇതൊരു സെന്റൻസ് ആയി. അവർ ന്യൂ ക്ലാസ് റൂം ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈബ്രറി. അമാമൽ മക്തബത്തി ഈസ് ദർഫ് മുദാഫിലെ ഷിബു ജുംല ഖബർ. ആൻഡ് ഫസ്ലുന മുദാഫ് മുദാഫിലെയാണ്. ആൻഡ് ഫസ്ലു ഇസ് മൗസൂഫ് ആൻഡ് ജദീദു ഇസ് മുദാഫിലെ. യെസ്, and it's a mubtada. Appa the whole sentence is jumla ismiya. മനസ്സിലായോ? അപ്പൊ സെന്റൻസ് ആണോ ഫ്രാഗ്മെന്റ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഖലമി അൽ ജദീദു ഫിൽ ഹഖീബതിക അസ്സഗീറതി. ഖലമി അൽ ജദീദു, ഖലമു പ്ലസ് യാ മുതകല്ലിം, അൽ ജദീദു. അപ്പൊ ഇത് രണ്ടും മൗസൂഫ് സിഫയാണ്. മൈ ന്യൂ പെൻ. ഫി ഹഖീബതിക അസ്സഗീറതി. ഫി ഹർജറാണ്. അപ്പൊ ഇത് മുബ്തദയാണ്. ഖലമു. Yes, yes, yes. My new pen is in the small bag. Fi haqibati and sagirati. Ka കാരണം haqibati മാരിഫയാവും. sagirati is always ഇവിടെ മാരിഫയാണ്. അപ്പൊ ഇത് രണ്ടും മൗസൂഫ് സിഫയാണ്. അപ്പൊ small bag. Your. അപ്പൊ my new pen is in your small bag. Is in the small bag. In your small bag. Okay. haqibati കായാണ്. In your small bag. Clear ആണോ? Aina kalamuhu al maksuru. Where is maksuru? The broken, his broken pen. Kalamu al maksuru mausuf sifiyana. Who is his? Where is his broken pen? Alhamdulillah. Clear ആണല്ലോ? ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട്സ് ഒന്നും ഇല്ലേ ആർക്കും? ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ
Oh, ibnuhu. Ibnuhu al-awwalu muhandisun. Ibnu awwalu. Okay, ibnu awwalu. ഇത് രണ്ടും മൗസൂഫ് സിഫയാണ്. First son. First son. His first son. Muhandis is an engineer. No. Anwar, there is something wrong in your understanding. Muhandisun. See, നമ്മൾ ലാസ്റ്റ് വാക്ക് നോക്ക്. ലാസ്റ്റ് വാക്ക് നോക്കുമ്പോൾ നക്കീറാണ് മാരിഫയാണ്. Look at that first. അത് മാരിഫയല്ല, അത് നക്കീറയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അത് ഖബർ ആയിട്ട് വരും. അപ്പൊ പിന്നെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. His first son is an engineer. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇതുവരെ പഠിച്ചത് ബൈത്തി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ഹറക്ക ഇടുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക,